പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. നിയമസഭാ സമ്മേളനം അന്ന് എംഎൽഎമാർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അന്ന് രാവിലെ പാർലമെന്ററി പാർട്ടി കൂടി അന്നുണ്ട്. UDF പാർലമെന്ററി പാർട്ടി കൂടി രാവിലെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് അന്നത്തെ അന്ന് ആ കാര്യങ്ങളെല്ലാം 17-ാം തീയതി കഴിയുന്ന UDF MLA-മാരുടെ യോഗം തീരുമാനിക്കും. രാവിലെ തന്നെ കൂടി ആ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം 17 അതിന് തുടർ നടപടികൾ സഭയിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ തുടർ പരിപാടികൾ 17-ാം തീയതി രാവിലെ ചേരുന്ന UDF പാർലമെന്ററി പാർട്ടി തീരുമാനിക്കും. 7-ാം തീയതി പ്രവേശന നടപടികൾ പൂർത്തിയാകുമെന്ന് തന്നെയിപ്പോൾ സംശയത്തിലാണ്. ഇപ്പം തന്നെ ഗവൺമെന്റ് ഉത്തരവ് വന്നിരിക്കുന്നു. KMCTയിൽ മെറിറ്റ് സീൽ 10 ലക്ഷം രൂപ കൊടുക്കണം. കോടതി അനുവദിച്ചുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഓരോ തരത്തിലുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. മെറിറ്റ് സീറ്റിൽ 1.85 ആയിരുന്നത് 2.5 വർദ്ധിപ്പിച്ചപ്പോൾ ഇപ്പോൾ കോടതിയുടെ വിധിയിലൂടെ 10 ലക്ഷം രൂപ മെറിറ്റ് സീറ്റ് കൊടുക്കേണ്ടതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെയുമല്ല, സ്പോട്ട് അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം പരാതികളുണ്ട്. കേരള മെറിറ്റിൽ നിന്ന് ആളുകളെ ഇപ്പോൾ കേന്ദ്രീകൃത കൗൺസിലിങ്ങിന് എടുക്കുന്നില്ലെന്നുള്ള പരാതികളുണ്ട്. അങ്ങനെ ധാരാളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി ഉയർന്നു വന്നു. ഇന്ന് എന്നോട് രക്ഷകർത്താക്കളുടെ ഒരു കൂട്ടായ്മ കാസർഗോഡ് നിന്ന് വിളിച്ചിരുന്നു. അവരുടെ ആവശ്യം കേരള മെറിറ്റിൽ നിന്ന് എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ പലതരത്തിലുള്ള പുതിയ പുതിയ പ്രശ്നങ്ങളും ഇതിനകത്ത് ഉയർന്നു വരികയാണ്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു അവധാനതയില്ലായ്മയും കാര്യക്ഷമതയില്ലായ്മയുമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്കെല്ലാം വഴിതെളിച്ചത്. 11 ദിവസക്കാലം നിയമസഭയില്ല എന്നുള്ളതോട് പിന്നെ നിയമസഭയില്ലാത്തപ്പോൾ അതല്ല 11 ദിവസക്കാലം നിയമസഭയില്ലാത്തപ്പോൾ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ബദൽ ആലോചിച്ചല്ലോ. കാരണം പൂജാ ഹോളിഡേയ്സ് മറ്റു കാര്യങ്ങളാണ് 11 ദിവസക്കാലം. ആ സമയത്ത് അവർ നിയമസഭയിൽ ഇരിക്കണമെന്ന് പറയുന്നതിനോട് ആർക്കും യോജിപ്പില്ല. ഇതുപോലെ സമരത്ത് 4 മാസക്കാലം കൊണ്ട് ഒരു ഗവൺമെന്റിന് ഇത്രയും പാപ്പരത്വം നിറഞ്ഞ ഒരു ഗവൺമെന്റാണെന്ന് തെളിയിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൻ ജനപിന്തുണയാണ് ഈ സമരത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഈ സമരം ഒരു വൻ വിജയമായിരിക്കുകയാണ്. കാരണം വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രയും കാലം സ്വാശ്രയത്തിൻ്റെ പേരിൽ സമരം നടത്തിയ ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പാപ്പരത്വം നിറഞ്ഞ നിലപാടാണ് പുറത്തത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മുഴുവൻ കള്ളമാണ്. എന്നാലും ഞാൻ രാവിലെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഈ സ്വാശ്രയ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയതും ഇത് ഒരു അന്തിമ ഘട്ടത്തിൽ പരിഹരിക്കാനായി വന്നപ്പോൾ അതിനെ അട്ടിമറിച്ചതും. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സമരം വൻ വിജയം തന്നെയാണ്. ജനമധ്യത്തിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞു. അവരുടെ പൊള്ളയായ മുഖം അവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാൻ സാധിച്ചു. കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയി. കേരളത്തിലെ ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാ അല്ല, ഇന്റർ ചർച്ച് കൗൺസിലുമായിട്ട് ഇത്തവണ ചർച്ച ഉണ്ടായില്ലല്ലോ. ഇത്തവണ അവര് അടുത്ത വർഷം വരെ അവരുടെ എഗ്രിമെന്റ് ഉണ്ട്. ഇത്തവണ ഗവൺമെന്റ് അവരുമായി ചർച്ച നടത്തിയില്ലല്ലോ. അവരുമായിട്ട് ഒരു ചർച്ച ഉണ്ടായില്ല. ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടില്ല. എങ്ങനെ